നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ പോലും സ്വസ്ഥമായി നടക്കാൻ പോലും ഒരു മലയാളിക്ക് പറ്റാത്ത രീതിയിൽ അത് തൊഴിലാളികളുടെ ശക്തമായ രീതിയിലുള്ള ഭരണ കേന്ദ്രങ്ങളായി നടക്കുകയാണ്. കേരളത്തിലെ ഉത്ബുദ്ധരായ പോലീസിനെ പോലും നടുറോട്ടിൽ വെച്ചുകൊണ്ട് ആക്രമിക്കാൻ മാത്രം ഈ വിഭാഗം ഈ രാജ്യത്ത് വളർന്നു വന്നിരിക്കുകയാണ്. അതിൽ അതിപ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായി കൊണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്നിന്റെ ഇടയാളന്മാരാകുന്നു എന്നുള്ള ഒരു ഭയാനകമായ സംഭവങ്ങളാണ്. നമ്മളെ മക്കളെയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ ഒരു പുതുവത്സരത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം, എൻ്റെ വീട്ടിൽ ഇത് ഉപയോഗിക്കുന്ന ഒരാൾ ഉണ്ടാവരുതേ എന്നുള്ളൊരു പോരാട്ടമാണ്. അത് സ്വന്തം പിതാവ് വീട്ടിൽ നടത്തേണ്ടതാണ്, മാതാവ് നടത്തേണ്ടതാണ്, ഈ സ്കൂളുകളിൽ മദ്രസകളിൽ അധ്യാപകന്മാർ നടത്തേണ്ടതാണ്. അതുപോലെ എല്ലാ ഇടങ്ങളിലും വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശക്തമായി പോരാട്ടം നടത്തിയാൽ ഇന്ന് നടക്കുന്നത് പോലെ ഒരു വലിയ മാറ്റം വരുത്താൻ നമുക്ക് സാധ്യമാകും. ഗവൺമെന്റ് അടക്കമുള്ളവർ ഒന്നിച്ചു നടത്തുന്ന ഈ പോരാട്ടത്തിന്റെ ഭാഗമാവാൻ മതവിശ്വാസികൾ മുന്നോട്ട് വരണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മളിത് മുമ്പേ ഈ ഓപ്പറേഷൻ തൂഫാൻ നടത്തിയ ആളുകളാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കന്ന് പറയേണ്ടി വന്നു, മൻ ശരിബൽ ഖംറ ഫജ്ലിദൂഹു, ആരെങ്കിലും മദ്യമയക്ക് മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫജ്ലിദൂ, അവനെ പിടിച്ച് അടിക്കണമെന്ന് 14 മുമ്പ് അന്ന് നടന്ന ഓപ്പറേഷൻ തൂഫാനിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, വീണ്ടും അവൻ മദ്യമയക്കുമരുന്ന് ഉപയോഗിച്ചാൽ വീണ്ടും അവൻ അടിക്കണം. ഇനി 4ാം തവണയും അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവനെ നിങ്ങൾ കൊല്ലണമെന്നുള്ള പ്രഖ്യാപനം 14 നൂറ്റാണ്ട് മുമ്പ് ശക്തമായ രീതിയിലുള്ള ഈ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള മനുഷ്യന്റെ മനസ്സിനെ ബുദ്ധിയെ ഭ്രമം നിൽക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും നേരെയുള്ള പോരാട്ടം. ആ പോരാട്ടമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭരണകൂടവും അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗ രംഗങ്ങളും എല്ലാ വിദ്യാലയങ്ങളും ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളും ഒന്നിച്ച് പോരാടുന്ന ഈ പോരാട്ടത്തിൽ മതവിശ്വാസികളും പങ്കാളികളാവണമെന്ന് പറയുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ ഒരു തലതിരിഞ്ഞ തലമുറയെ നമുക്ക് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കേണ്ടി വരും. എവിടെ നിന്നും ആര് വന്നാലും എന്തും കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാക്കി നമ്മുടെ ഈ രാജ്യം മാറ്റുന്നു എന്നുള്ളത് വേദനാജനകമാണ്, ഭയാനകമാണ്. ഓരോരോ അന്വേഷണങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെയാണ്, കിലോ കണക്കിന് മയക്കുമരുന്നുകളാണ് പിടികൂടപ്പെടുന്നത്. ഇത് മുഴുവനും ഇവിടെ വിതരണം ചെയ്യാനുള്ളതായിരുന്നു എന്നറിയുമ്പോൾ ലോഡ് കണക്കിന് വന്നുകൊണ്ട് തട്ടുന്ന മദ്യമയക്കുമരുന്നുകളുടെ ഈ ശക്തമായ രീതിയിലുള്ള ഈ മുന്നേറ്റം തടഞ്ഞില്ല എങ്കിൽ ഒരു പുതിയ തലമുറയെ നമുക്ക് നല്ല രീതിയിൽ വാർത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കൊല്ലണം, പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവനെ പിടിച്ചു കൊല്ലണമെന്ന് പറയാൻ മാത്രം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് കൊല്ലണം എന്നില്ല എന്ന്. കാരണം എന്തുകൊണ്ട്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളുകളെ പിടികൂടാൻ. അന്നും പോലീസ് ഉണ്ടായിരുന്നു പിടികൂടാൻ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്കാണ് ഈ കാണുന്ന ഈ മയക്കുമരുന്നിന്റെ ഈ ഉപതാക്കളെ കൊണ്ടുവരുന്നത്. അടിക്കണം അവനെ എന്ന് പറഞ്ഞു. അവൻ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ഫലമാക്കാൻ 4ാം തവണ ഇവനെ തന്നെ കൊണ്ടുവന്നപ്പോൾ അടിക്കുകയാണ്. അങ്ങനെ വീണ്ടും മരിച്ചപ്പോൾ അവനെ കൊന്നില്ല, എന്നാൽ ശക്തമായ അടിയെടുക്കണം. ഏതോ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് കാലിലടിക്കുന്ന ഒരു രംഗമുണ്ട്. ഇങ്ങനെ പരസ്യമായി ഈ ആളുകളെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട്. അവനെ പിടിച്ചു കൊണ്ടുവന്ന് 80 അടി അടിക്കണം. ഞാനിപ്പോഴത്തെ ഈ കാണുന്ന ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചല്ല പറയുന്നത്. 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യ നബി പഠിപ്പിച്ച ഒരു ശക്തമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി ആരെങ്കിലും ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്ന ഈ കാണുന്ന ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ അവന് നിങ്ങൾ 80 അടി അടിക്കണമെന്ന് മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറയാൻ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാൻ. എന്നാൽ ഷാഫി മദ്ഹബിൽ അതിനൊരു അളവുണ്ട്. ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് ഇവനെ പിടിച്ചു കൊണ്ടുപോയാൽ
40 അടി പരസ്യമായിട്ട് നടത്തണമെന്ന്. ഇങ്ങനെ ഒരു 4 പിടിയും 4 അടിയും നടന്നാൽ ശക്തമായ തൂഫാനാക്കി മാറ്റാൻ, നമുക്ക് മദ്യത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രളയമാക്കി മാറ്റാൻ ഈ പോരാട്ടത്തിന് സാധ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ലോകക്രമമായി മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യം. ഈ ഒരവസ്ഥക്ക് മാറ്റം വരാൻ ഈ പോരാട്ടത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. ചില ആളുകളൊക്കെ കുന്നുകൾ കൊണ്ടുപോയി കൃഷി ചെയ്യുകയാണ്. കുന്നുകളും മലകളും ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ്. മഴ പെയ്യുമ്പോൾ പുല്ല് താഴ്ചകളെയും അതിൻ്റെ ഇടയിലൂടെ ഈ കാണുന്ന വിഷവിത്തുകളും കൊണ്ടുപോയി നടുകയാണ്. ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളാണ് സ്വകാര്യമായി നമ്മുടെ മലബാറിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് നടത്തുന്ന ആളുകൾ, ഇത് കൃഷി ചെയ്യുന്ന ആളുകൾ അത് ഗുരുതരമാണ്. അതുകൊണ്ട് ഭരണകൂടം അവന് 40 അടിയല്ല. എന്താണ് ചെയ്യേണ്ടത്? വേണമെങ്കിൽ അവനെ കാലങ്ങളോളം ജയിലടക്കാം, അല്ലെങ്കിൽ അവനെ ശക്തമായി അടിക്കാം, അല്ലെങ്കിൽ അവനെ കൊന്നുകളയാമെന്നവരെ ഈ മദ്യമയക്ക് മരുന്നുകൾക്കെതിരെയുള്ള പോരാട്ടം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതിന്റെ പ്രതിഫലനങ്ങളാണതെല്ലാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതുപോലെയുള്ള മനുഷ്യത്വം നശിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടം. മനുഷ്യത്വം മരവിച്ചു പോകും, മൃഗതുല്യമായി മാറിപ്പോകും, അതിനെതിരെയുള്ള പോരാട്ടമാണ്. ഒന്നോന്റെ ദീന് നോക്കണം, അത് സൂക്ഷിക്കണം. അവനവന്റെ ശരീരം അവൻ ശ്രദ്ധിച്ചോളണം. വല്ലതും ഒരുത്തന്റെ അഭിമാനം, വല്ലക്കലു വൽമാലും മുതലും അതുപോലെ തന്നെ സമ്പത്തുകൾ, ഇത് മുഴുവനും ഈ കാര്യങ്ങൾ മുതൽ നശിപ്പിക്കാൻ, ബുദ്ധി നശിപ്പിക്കാൻ, അഭിമാനം നശിപ്പിക്കാൻ, വ്യക്തിത്വം നശിപ്പിക്കാൻ, ദീന് നശിപ്പിക്കാൻ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഹറാമാണ്. അത് മുഴുവനും ഹറാമാണ്. അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന മദ്യവും മയക്കുമരുന്നും എന്ന് പറയുന്നത്. ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അദ്ലാമു റിജ്സുൻ മിനൽ ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇത് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. പുണ്യ നബി മുഹമ്മദ് മായിദാസിയുടെ 91 വചനങ്ങൾ. ഇന്നമൽ ഖംർ, ആദ്യം പറഞ്ഞ കള്ളിനെ കുറിച്ചാണ്. കള്ള് എന്ന് പറഞ്ഞതിൽ മുഴുവനും പെട്ടു. കള്ള് എന്ന് പറഞ്ഞ ഖമറ എന്നാണ്. ഖമറ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സുമ്യത്ത് ഹംറ ലിയൻഹ തഖമുൽ ആഖില വ തസ്തുറുഹു, ബുദ്ധിയെ മറക്കുന്നതാണ് ഖമറ എന്ന് പറഞ്ഞാൽ. ഖമറ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറക്കുന്നത് എന്നാണ്. ഹംറ എന്നുള്ള പ്രയോഗത്തിൽ അത് മുഴുവനും പറ്റും. ഇനി ഏതെല്ലാം ആ രംഗത്ത് കണ്ടുപിടിച്ച് പുതിയ സംവിധാനങ്ങളിലൂടെ കണ്ടെത്തുന്നത് മുഴുവനും അതിന് മുഴുവനും കത്തിവെച്ചിരിക്കുകയാണ്. അതിന് മുഴുവനും ശക്തമായ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, ശൈശാച്ചിന്റെ പണിയാണ്. നിങ്ങൾ ഈ മയക്കുമരുന്നിൽ നിന്ന്, ഈ മദ്യത്തിൽ നിന്ന്, ഈ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്ന സകലത്തിൽ നിന്നും നിങ്ങൾ വെടിഞ്ഞു നിൽക്കണം. എന്തിനറിയോ? നിങ്ങൾ വിജയികളാവാനാണ്. പിശാചാണ് നിങ്ങൾ ഇത് പ്രേരിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വചനമാണത്. ഫഹൽ അൻതും മുന്തഹൂൻ. ഓരോരോ സ്റ്റെപ്പായി കൊണ്ടുവന്ന് അവസാനം ശക്തമായ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ നടത്തി ലാസ്റ്റ് ഘട്ടം അവരോട് പറയുന്നത് ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾക്ക് ഈ മയക്കുമരുന്നിന്റെ നിർമ്മാണവും അതിന്റെ വിൽപ്പനയും അതിന്റെ ഉപയോഗവും നിങ്ങൾക്ക് നിർത്താനായില്ലയോ എന്നുള്ള വലിയ ചോദ്യം 14 നൂറ്റാണ്ട് മുമ്പ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രതിധ്വനികളാണ് ഇന്നും ഓപ്പറേഷൻ തൂഫാനിലൂടെ രാജ്യം അത് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് പ്രവാചകൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നും അത് ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ കാരണമാണ് എന്നും
ഇന്ന് ആധുനിക ഭരണകൂടവും ആധുനിക ബുദ്ധിജീവികളും ആധുനിക മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും കണ്ടെത്തുകയും അതിനെതിരെ ശക്തമായി മതമോ ജാതിയോ ഒന്നുമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഇതിനെതിരെ പോരാടുകയാണ്. എല്ലാവർക്കും ഹാനികരമായ വിഷയമാണ് ഇസ്ലാം പൊതുവെ പ്രഖ്യാപിക്കാറുള്ളത്. ഒന്ന്, ഇത് മോശമാണ്, ഇത് വളരെ മ്ലേച്ഛമാണ്. മറ്റൊന്ന് പിശാചിന്റെ പണിയാണ്. പിന്നൊന്നയോ നിങ്ങൾക്കതിൽ വിരോധമുണ്ടാക്കും, നിങ്ങൾക്കതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇത് അകത്ത് ചെല്ലുമ്പോഴാണ് അയൽവാസികൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠാനുജന്മാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. അത് പൈശാചികമാണ് എന്ന് ഖുർആൻ പറയാനുള്ള കാരണം. സ്വന്തം മാതാവ് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് പിടിച്ചു കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നിടത്തേക്ക് വരെ ഇതിന്റെ ഉപയോഗം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതിയിലുള്ള അരാജകത്വം സൃഷ്ടിക്കുന്ന ഈ പുതിയ തലമുറയെ നമ്മൾ കണ്ടു. കൗമാരപ്രായക്കാർ നമ്മൾ കണ്ടു. സ്വന്തം മാതാവിനെയാണ്, സ്വന്തം മാതാവ് നന്ന് പ്രസവിച്ചതിനുള്ള പ്രതിഫലമാണ് ഞാൻ കൊടുത്തത് എന്ന് പറയാനുള്ള മനക്കരുത്ത് പോലും ഉണ്ടാകുന്ന മതിയായിരുന്നു. പക്ഷെ അതോടും പറയാൻ ഈ കാണുന്ന ആളുകൾ തയ്യാറാവുകയാണ്. വസദ്ദിക്കില്ല. ഒന്ന്, അള്ളാന്റെ ഓർമ്മയിൽ നിന്ന് ഈ മയക്കുമരുന്നും ഇതുപോലുള്ള മുഴുവനും അള്ളാന്റെ ഓർമ്മയെ അത് അകറ്റിക്കളയുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇതിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവങ്ങൾ മുഴുവനും നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കള്ളാണ്. നിങ്ങൾക്ക് ബുദ്ധിക്ക് രൂപം സംഭവിക്കുന്നുണ്ടോ? ഇനി ലോകത്ത് കണ്ടെത്തുന്ന ഏത് മദ്യമയക്കുമരുന്നുകളും ഈ കാണുന്ന പ്രവാചകന്റെ വചനത്തിൽ ഉൾപ്പെട്ടു. എന്നിട്ട് ഇത് മുഴുവനും ഹറാമുമാണ്. ഇങ്ങനെയുള്ളത് ഹറാമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് പോവാൻ, പലയിടത്തേക്കും പോവാൻ, പല ആന്ധ്രയിലേക്ക് പോകുന്നവരുണ്ട്, ഒഡീഷയിലേക്ക് പോകുന്നവരുണ്ട്. അവിടെ പോയിട്ട് ഇറക്കുമതി ചെയ്യാൻ പോലീസുകാരാണെങ്കിലോ അവിടെ മൊബൈൽ നമ്പറുകളൊക്കെ ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. അതും പോലും മറികടക്കാൻ ഒരു പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തി. മൊബൈലുമായി പോകുന്ന ഒരാളെ നമ്പർ കാണിക്കുന്നു, എന്നിട്ട് മൊബൈലില്ലാത്ത ഒരാളെയും കൊണ്ടുപോകുന്നു. ഇവൻ നേരെ വരുന്നു, ഇവനെ പിടിക്കുന്നു, ഒന്നും ഉണ്ടാവില്ല. ഇവന്റെ കൂടെ കൊണ്ടുപോയവൻ മൊബൈലില്ലാത്തവന്റെ കയ്യിൽ ഇത് കൊടുത്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒഡീഷയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. ഇതും കണ്ടെത്തിയിരിക്കുകയാണ് പോലീസിന്റെ സംവിധാനങ്ങൾ. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു വലിയ പോരാട്ടത്തിലാണ് കേരളമുള്ളത്, മലയാളികളുള്ളത്. ആ മലയാളികളെ പോരാട്ടത്തിൽ നമ്മളും പങ്കാളികളാവണമെന്ന് എൻ്റെ പ്രിയമുള്ളവരോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ് എന്നാണ്. ഈ മദ്യമയക്കുമരുന്നുകൾ അത് ഈ ഖബായിസിന്റെ വേണ്ടാത്തരങ്ങളുടെ ഉമ്മയാണ്. കൊലപാതകം ചെയ്യാൻ ഒരുപക്ഷെ ഒരാൾക്ക് സാധ്യമാവില്ല, വ്യഭിചരിക്കാൻ സാധ്യമാവില്ല. പക്ഷേ മദ്യം വളരെ നിസാരല്ലെന്ന് ഒഴിഞ്ഞു കുടിച്ചാൽ വിഷയത്തിൽ മറ്റാരെയും ബന്ധപ്പെടുന്നില്ലല്ലോ, സ്വന്തല്ലേ എന്ന് വിചാരിച്ച് ഒരു രീതിയിൽ ഇവൻ ഈ രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് പിന്നീട് അവൻ അരോചകമായി തോന്നിയ കൊലപാതകം അതവന് പ്രശ്നമല്ലാതെയായി. പിന്നീട് വ്യഭിചാരം അതവന് പ്രശ്നമില്ലാതെയായി. ഇതുകൊണ്ടാണ് കള്ളിനെ കുറിച്ച് തന്നെ പറഞ്ഞത് ഉമ്മുൽ ഖബായിസ്. ഇത് എല്ലാറ്റിന്റെയും തലയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ മദ്യമയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 40 ദിവസം അമലുകൾ സ്വീകാര്യമല്ല എന്നും. അവനെങ്ങാനും ഈ മയക്കുമരുന്നുമായി കുത്തിവെച്ചുകൊണ്ട് അവന്റെ രക്തത്തിൽ അലിഞ്ഞു, അല്ലെങ്കിൽ അവന്റെ ആമാശയത്തിലായി അവനെങ്ങാനും മരിച്ചാൽ അവൻ ശവമായി മാറുമെന്നുള്ളതാണ്. ഇതകത്ത് കൊണ്ടുപോയി വിട്ടതിന് ശേഷം മരണപ്പെട്ടാൽ അവൻ ചത്തുപോയി എന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന മനുഷ്യന്റെയും മൃഗത്തിന്റെയും ഇടയിലൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നശിപ്പിക്കരുത്. കാരണം ഇത് ആരെങ്കിലും ഉപയോഗിച്ചാൽ ഓനൊരു മൃഗമായി മാറുകയാണ്. അവന് പോത്തിന് മാതാവിനെ അറിയില്ല, മറ്റുള്ള ആനക്കും അതുപോലെ മറ്റൊന്നിനും മാതാവ് ആരായിരുന്നു എന്നറിയില്ല, അവരുമായി എന്തും ചെയ്യാം. ഈ ഒരവസ്ഥയിലേക്കാണ് ഈ കാണുന്ന ദുരുപയോഗത്തിലൂടെ ഒരാൾ ചെല്ലുന്നത്. അവന്റെ ശരീരത്തെ അവന്റെ സ്വന്തം അവൻ ആദരിക്കാതെ പോയി.
എന്നാലോ ഖുർആൻ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നമ്മൾ ആദരിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നത്, ഇതിനെതിരെയുള്ള പോരാട്ടം നമ്മുടെ വീട്ടിലെ മക്കളിൽ നിന്ന് തന്നെ തുടങ്ങണം. സ്കൂളിലേക്ക് പോകുന്നവൻ, മറ്റു വിദ്യാലയങ്ങളിലേക്ക് പോകുന്നവൻ, അവൻ പോകുന്നത് വരുന്നത്, അവന്റെ ബന്ധങ്ങൾ, അവന്റെ ഓരോ 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 വിഷയങ്ങളും ചലനങ്ങളും ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അതിനെതിരെ ബദ്ധശ്രദ്ധരായിട്ടില്ലെങ്കിൽ ഒരു തലതിരിഞ്ഞ തലമുറയെ നമുക്ക് കാണേണ്ടി വരും. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണേണ്ടി വരുമെന്നുള്ള പൂർണ്ണമായ ബോധം നമുക്കെല്ലാവർക്കും വേണം. അതുകൊണ്ട് സ്വന്തം വീട്ടിലായിരിക്കട്ടെ ഇതിനെതിരെയുള്ള വലിയ പോരാട്ടം നമ്മുടെ സ്കൂളുകളിൽ നടക്കട്ടെ, നമ്മൾ മറ്റു വിദ്യാലയങ്ങൾ നടക്കട്ടെ, എല്ലായിടത്തും ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ഇക്കാര്യം നടക്കട്ടെ. പള്ളിയിലേക്ക് 5 വക്ത് നമസ്കരിക്കാൻ വരുന്നവൻ വരെ അവന്റെ ചുണ്ടിന്റെ ചുവട്ടിലും തലയില വെച്ചുകൊണ്ടാണ് വരുന്നത്, ചെറിയ സാരവുമായി കൊണ്ടാണ് വരുന്നത്. ഓരോ നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് കിട്ടാൻ നല്ലതാണ് എന്ന് ചില ആളുകൾ ചിന്തിക്കുകയാണ്. പള്ളിയിൽ വരുന്നവൻ വരെ അവന്റെ ചുണ്ടിന്റെ ചുവട്ടിൽ ഈ കാണുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ട് വരുന്നവരുണ്ട് എന്നുള്ളത് വ്യക്തമായ രേഖയുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും നിന്നുള്ള റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുണ്ട്. നിസ്കാരത്തായമ്പുണ്ട്, ടവലുണ്ട്, തൊപ്പിയുണ്ട്, താടിയുണ്ട്, അതും നിരച്ചു പോയതാണ്, പുരികം പോലും നിരച്ചു പോയതാണ്. അങ്ങനെയുള്ള ആളുകൾ വരെ ഇതിന്റെ അടിമകളായി മാറിപ്പോകുന്നു എന്നതിടത്തേക്ക് വരുമ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാവാൻ നമ്മൾ സന്നദ്ധരാവണം. കൂടുതലായി പറയുന്നില്ല. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു